യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന NQവിലെ ഒരു 8am CR ട്രേഡും അതുപോലെ ഒരു 15 മിനിറ്റ് കണ്ടിന്യൂഷൻ ട്രേഡും. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഹയർ ടൈം ഫ്രെയിം ഔട്ട്ലുക്ക് എന്താണെന്നുള്ളത് നോക്കിയ ശേഷം എന്ത് ചെയ്യാം, ജസ്റ്റ് ട്രേഡ്സ് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഓവറോൾ മന്ത്ലിയിൽ ഒരു റേഞ്ചിങ് ആയിട്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ നമ്മൾ ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. പ്രൈസ് അവിടെ ഒരു റേഞ്ചിങ് രീതിയിലായിരുന്നു പ്രൈസ് ഉണ്ടായത്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും, ഞാൻ മാർക്ക് ചെയ്ത ഈ ഒരു ലൈൻ. ഓക്കെ, ഈ ഒരു ലോ എന്ന് പറയുന്നത് ഈക്വൽ ലോ ആയിരുന്നു. ഓക്കെ, പ്രൈസ് ലാസ്റ്റ് മന്ത് പ്രൈസ് എന്ത് ചെയ്തു, ഈ ഈക്വൽ ലോസ് പ്രൈസ് ടേക്ക് ചെയ്ത ശേഷം നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്നൊരു സ്ട്രോങ് റിയാക്ഷൻ മേലോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഡെയിലിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും ആ ഒരു ഈക്വലോ എടുത്ത ശേഷം പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഈക്വലോ എടുത്ത ശേഷം പ്രൈസ് നമുക്ക് കറക്റ്റായിട്ടൊരു FVG ഇൻവേർഷൻ തന്നു. ആൻഡ് അവിടെ നമുക്ക് ഒരു BPR ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 4 hourലേക്ക് വരാം. ഓക്കെ, 4 hourലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓവറോൾ ഒരു ബുള്ളിഷ് രീതിയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു BPR പ്രൈസ് റെസ്പെക്റ്റ് ചെയ്യുന്നു. അഗെയിൻ പ്രൈസ് എന്ത് ചെയ്യുന്നു, പുതിയൊരു FVG ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ആ ഒരു FVG എന്ന് പ്രൈസ് എന്ത് ചെയ്യാണ്, വീണ്ടും റിയാക്ട് ചെയ്തു. ഈ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ളത് പ്രീവിയസ് വീക്ക് ഹൈ ആയിരുന്നു. ഓക്കെ, ഇവിടെ ആക്ച്വലി നമുക്ക് കാണാൻ പറ്റും മൺഡേ പ്രൈസ് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. ഈ വീക്ക് ഓപ്പൺ ചെയ്തത് ഈ ഒരു പോയിന്റിലാണ്, ലൈക്ക് ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, ഇതാണ് മൺഡേ ഓപ്പണിങ്. ഓക്കെ, സോ നമ്മൾ കാണാൻ പറ്റും ഓപ്പണിങ്ങിൽ ഫോം ചെയ്തില്ല, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു മൺഡേൻ്റെ ഒരു ലോ ഞാനിവിടെ ML എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് മൺഡേ ലോ ആയിരുന്നു. ഓക്കെ, ആൻഡ് ഇത് പ്രീവിയസ് വീക്ക് ഹൈ ആയിരുന്നു. പ്രീവിയസ് വീക്ക് ഹൈ ടേക്ക് ചെയ്ത ശേഷം നമുക്ക് 1 hour ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു QM ഫോർമേഷൻ, ആ ലിക്വിഡിറ്റി എടുത്ത ശേഷം നമുക്ക് കാണാൻ പറ്റും ഹൈ ലോ ഹയർ ഹൈ ആൻഡ് ലോവർ ലോ. ഓക്കെ, ഇവിടെ നമുക്കൊരു QM ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു QMൻ്റെ ഹൈ ആണ് ഇവിടെ ഈ ഒരു ഡോട്ടഡ് ലൈനായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്രൈസ് ആക്ച്വലി കഴിഞ്ഞ ദിവസം നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് പ്രൈസ് ആ ഒരു QM ഏരിയ എന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ പ്രൈസ് റിയാക്ട് ചെയ്തു ശേഷം നമുക്ക് അവിടെ നിന്നൊരു ഷിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റും ഈ ഒരു ഏരിയ പ്രൈസ് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ആ ഒരു സമയത്ത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു FVG ഇൻവേർഷൻ, അതുപോലെ ഇവിടെ ഒരു FVG. ഓക്കെ, നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ ഉള്ള പ്രൈസിൻ്റെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക്. ഓക്കെ, ഈ രീതിയിലായിരുന്നു പ്രൈസ് ആ ഒരു സമയത്ത് ഉണ്ടായത്. ആൻഡ് ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ 8am ക്യാൻഡിലെ ഹൈ ആണ്. ഓക്കെ, ഈ ഒരു ഹൈ. ഓക്കെ, സോ നമുക്കതോടെ മാർക്ക് ചെയ്യാം. ആൻഡ് 8am ലോ. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു എക്സ്പെക്റ്റേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഈ ഒരു 8am ഹൈ ടേക്ക് ചെയ്ത ശേഷം ഈ ഒരു കീ ലെവലിൽ ഈ ഒരു FVGയിൽ പ്രൈസ് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് 8am ലോ ആൻഡ് ഈ ഒരു മൺഡേ ലോ ഇത് രണ്ടും ടേക്ക് ചെയ്യാൻ പ്രൈസ് താഴോട്ടേക്ക് വരും. ശേഷമായിരിക്കും ഇവിടുന്ന് ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു വിചാരിച്ചിട്ടുണ്ടായത്. ഓക്കെ, സോ നമുക്ക് കാണാം എൻ്റെ പ്രൈസ് എങ്ങനെയാണ് അവിടെ ആ ഒരു റിയാക്ഷൻ തന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നമ്മൾ 9:30 ഓപ്പണിങ് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, ലെറ്റ്സ് മാർക്ക് 9:30 ഓപ്പൺ. യെസ്, നമുക്കിവിടെ 9:30 ഓപ്പണിങ് ഒരു വെർട്ടിക്കൽ ലൈന് മാർക്ക് ചെയ്യാം. ഇത് 8am ഹൈ ആണ്, ഇത് 8am ലോ ആണ്. ഓക്കെ, ലെറ്റ്സ് സീ. കാണാൻ പറ്റും പ്രൈസ് ഇവിടെ എന്ത് ചെയ്തു, ആ ഒരു 9:30 ഓപ്പണിങ്ങിന് ശേഷം നമുക്ക് എന്ത് ചെയ്തു, 8am ഹൈ പ്രൈസ് ഇവിടെ ടേക്ക് ചെയ്തു. ഓക്കെ, ഈ 8am ഹൈ ടേക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ക്ലിയർ ആയിട്ടുള്ള ഒരു CASD നമുക്ക് ഇവിടെ കിട്ടിയിരുന്നു. എന്ന് വെച്ചാൽ ഇവിടുത്തെ ലാസ്റ്റ് ആ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വന്നിട്ടുള്ള ആ ഒരു ബുള്ളിഷ് പ്രൈസ് ഡെലിവറി ഫ്രം ഹിയർ ആണ്. അതിൻ്റെ താഴെ എന്ത് ചെയ്തു, പ്രൈസ് ഇവിടെ നമുക്ക് ക്ലോസിങ് വന്നു. ആൻഡ് ഇവിടെ നമുക്ക് ആ ഒരു സെയിം ടൈമിൽ ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് താഴോട്ടേക്ക് വന്നു. ഇവിടെ നമുക്ക് എന്ത് ഫോം ചെയ്തു, ഒരു
ബിയറിഷ് FVG ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ട്രേഡ്. സോ ഫ്രം ഈ ഒരു FVGന്ന് നമുക്ക് ഇവിടെ ഷോർട്ട് ചെയ്യായിരുന്നു ആൻഡ് സ്റ്റോപ്പ് ലോസ് എബോവ് ആൻഡ് ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് 8 AM ലോ ആൻഡ് ഫൈനൽ ടാർഗറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായത് ഈ ഒരു മൺഡേ ലോ ആയിരുന്നു. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, അവിടുന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് താഴോട്ടേക്ക് വന്നു. പക്ഷേ ആ ഒരു മൂവ്മെൻറ്റ് മൺഡേ ലോ ടേക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റും 50 മിനിറ്റിൽ ഒരു ക്ലിയർ കണ്ടിന്യൂഷൻ ട്രേഡ് നമുക്കിവിടെ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ കാണാം ഇവിടെ 50 മിനിറ്റ്സിൽ നമുക്ക് ഒരു FVG നമുക്ക് ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിങ്ങോടുകൂടി കാണാൻ കഴിയും. ഇവിടെ നമുക്ക് കണ്ടോ പ്രൈസ് ഒരു 50 മിനിറ്റ് FVG ഇവിടെ ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതൊരു 50 മിനിറ്റ്സ് FVG ആണ്. ഓക്കെ, ഇവിടെ നിന്നാണ് ആക്ച്വലി കണ്ടിന്യൂഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു 50 മിനിറ്റ് FVGയിൽ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 50 മിനിറ്റിലെ CRT കൂടി ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ലോ ടൈം ഫ്രെയിം CRT ഫോർമേഷനാണ് ഇത് നമുക്ക്. ഓക്കെ, 50 മിനിറ്റ് CRT ഹൈ ആൻഡ് 50 മിനിറ്റ് CRT ലോ, CRL ക്യാൻഡിൽ റേഞ്ച് ലോ. ഓക്കെ, സോ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൈസ് ഈ ഒരു റേഞ്ചിൻ്റെ ഹൈ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ ഒരു കീ ലെവൽ ഒന്നുകൂടി ടാപ്പ് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്യും, താഴോട്ടേക്ക് മൺഡേ ലോയിലേക്ക് മൂവ് ചെയ്യും എന്നായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഈ ഒരു 50 മിനിറ്റ് FVG നമുക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റിൽ കൺഫർമേഷൻ നോക്കിയിട്ട് കണ്ടിന്യൂഷൻ ട്രേഡ് ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂഷൻ ട്രേഡ് ആക്ച്വലി സിമ്പിളാണ്. ഇപ്പോൾ ആ ഒരു 9:30 ഓപ്പണിങ്ങിന് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആയതിൻ്റെ ശേഷം ഏത് ഡയറക്ഷനിലേക്കാണോ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരുന്നത്, ആ ഒരു മൂവ്മെൻറ്റിൻ്റെ സമയത്തുണ്ടായിട്ടുള്ള ആ ഒരു 50 മിനിറ്റ് കീ ലെവൽസ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂഷൻ ട്രേഡ്സ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടായത് ഒരു 50 മിനിറ്റ് FVG ആയിരുന്നു. പിന്നെ നമുക്ക് വെറുതെ ഒരു കീ ലെവൽ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്കൊരു ക്ലിയർ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഹയർ ടൈം ഫ്രെയിം ബയാസ് വേണം, പ്രൈസ് അങ്ങോട്ടേക്ക് വരും എന്ന്. ഇവിടെ നമുക്ക് ഓൾറെഡി എന്തുണ്ടായിരുന്നു, മൺഡേ ലോ ഒരു ലിക്വിഡിറ്റി ആയിട്ടുണ്ടായിരുന്നു. സോ അങ്ങോട്ടേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ ട്രേഡ് ചെയ്തത്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് നോക്കാം 1 മിനിറ്റിൽ എങ്ങനെയാണ് ഇവിടെ റിയാക്ട് ചെയ്തതെന്നുള്ളത്. ഓക്കെ, യെസ്, ഇവിടെ നമുക്ക് കാണാനും നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് CRT ഹൈ ആൻഡ് CRT ലോ. നമ്മൾ ആ ഒരു 50 മിനിറ്റിൽ CRT ഹൈ ആൻഡ് ലോ മാർക്ക് ചെയ്തു ആൻഡ് നമുക്ക് കാണാൻ കഴിയും പ്രൈസ് എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു 50 മിനിറ്റ് CRT ഹൈ ഈ ഒരു ഹൈ പ്രൈസ് ടേക്ക് ചെയ്തു. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു ബുള്ളിഷ് FVG പ്രൈസ് എന്ത് ചെയ്തു, താഴോട്ടേക്ക് ഇൻവേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇൻവേർഷൻ ഫുള്ളി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആക്ച്വലി ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ക്ലോസിങ് തന്നു ആൻഡ് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ട്രേഡ് എൻ്റർ ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എബോവ് ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് മൺഡേ ലോ. ഓക്കെ, സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, കുറച്ചൊരു ബഫർ കൊടുക്കുക. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് കാണാൻ പറ്റും പ്രൈസ് ശേഷം ആ ഒരു ഏരിയയിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു, താഴോട്ടേക്ക് മൂവ് ചെയ്തു, നമ്മുടെ ആ ഒരു മൺഡേ ലോ പ്രൈസ് ടേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കണ്ടിന്യൂഷൻ ട്രേഡ് ആക്ച്വലി ഒന്നുകൂടി സേഫായിട്ട് നമുക്ക് ഇവിടെ എടുക്കാമായിരുന്നു. ആൻഡ് ഇവിടെ 8 AM CR നമുക്ക് ആക്ച്വലി നല്ല രീതിയിൽ ഒരു A+ മോഡൽ കൺഫർമേഷൻ തന്നെയാണ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് പ്രൈസ് 8 AM ഹൈ എടുത്തു, CASD തന്നു, ആ ഒരു സമയത്ത് തന്നെ നമുക്ക് FVG ഉണ്ടായിരുന്നു. സോ നമുക്ക് ഡബിൾ കൺഫർമേഷൻ ഉണ്ട്. ഓക്കെ, CASD പ്ലസ് FVG അല്ലെങ്കിൽ CSD പ്ലസ് ഇൻവേർഷൻ FVG, അതാണ് നമ്മൾ ഡബിൾ കൺഫർമേഷനായിട്ട് കൺസിഡർ ചെയ്യാറ്. ഓക്കെ, സോ അത് നമുക്കിവിടെ A+ രീതിയിൽ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വളരെ നല്ലൊരു ട്രേഡുകൾ ആയിരുന്നു ഈ ഒരു 8 AM CR ആൻഡ് ഈ ഒരു കണ്ടിന്യൂഷൻ അസ് വെൽ നല്ലൊരു ട്രേഡ് തന്നെയായിരുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കിൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, വീണ്ടും മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ, ബൈ.